നീ കക്കൂസിൽ പോലും എന്നെ പരീക്ഷിക്കുകയാണോ? കഷ്ടപ്പെട്ട് കക്കൂസിൽ കയറി എന്നെ കക്കൂസിനകത്ത് അവൻ പരീക്ഷിക്കാൻ തയ്യാറായിരിക്കുന്ന ഈ വേളയിൽ, ഈ സാഹചര്യത്തിൽ, ഈ സന്ദർഭത്തിൽ, ഈ അവസരത്തിൽ എനിക്ക് കക്കൂസിൽ പോകാതിരിക്കാൻ മാത്രമേ കഴിയൂ. ഇത് എന്നാണ് നടക്കണേ? ഫുഡ് കഴിഞ്ഞാ വെള്ളം കുടിച്ചാലോ? കുടിച്ചോട്ടോ, മക്കൾ കുടിച്ചു. തുറന്നോ? നിർത്തണ്ട. എന്റെ കയ്യിൽ നിന്നാണോ നക്കി കുടിക്കണേ? ഓ ഇവിടുന്നാണോ എന്റെ ഫ്രഷ് വേണം? കുടിച്ചു. പൈപ്പിൽ നിന്ന് പുള്ളി കുടിക്കും. കൺട്രി വെള്ളമൊന്നും പുള്ളി കുടിക്കില്ല. കണ്ടോ? ഒരു പോലീസ് ഡോഗിന് പോലും ഇത്ര എക്സ്പീരിയൻസ് ഇല്ല. അപ്പൊ ഈ കോമ്പൗണ്ട് മൊത്തം കഴിഞ്ഞ രാത്രി ഇവന്റെ കൺട്രോളിലായിരുന്നു. ഒരു പരിചയമില്ലാത്ത ഒരാൾ ആ ഗേറ്റ് തുറന്ന് ഇങ്ങോട്ട് കയറിയപ്പോൾ മണം പിടിക്കുകയും കുരച്ചോണ്ട് അവൻ അങ്ങോട്ട് പോകുന്ന കാഴ്ച കണ്ടാണ് ഞങ്ങൾ എത്ര മണിക്കൂറത്തെ കഷ്ടപ്പാടുകൊണ്ടാണ് ഇവനെ ഒന്ന് സ്നേഹിച്ചെടുത്തത്. ഞാൻ സിറ്റിയിൽ പോയി 4-5 ബക്കറ്റ് ബിസ്ക്കറ്റും മേടിച്ച് എല്ലാം കൊടുത്ത് ഹോട്ടൽ മുതലാളിയുടെ അനുവാദവും മേടിച്ചാണ് ഇത്രയും സജ്ജമാക്കി ഇവനെ ഒരു രാത്രി കൊണ്ട് മാറ്റിയത്. ഇത് എൻ്റെ ഒരു വീക്കെൻഡ്സ് ആണ്. ഏത് പട്ടിയെ കിട്ടിയാലും നമ്മൾ അങ്ങനെ ചെയ്യും. പക്ഷേ ഇതിൻ്റെ സ്നേഹം ഇപ്പോൾ ഇവൻ എന്നെ വിട്ട് പോകില്ല. എനിക്കിപ്പോൾ കക്കൂസിനും പറഞ്ഞ ഞാനിപ്പോൾ അതുകൊണ്ട് ഈ ഹോട്ടലിൻ്റെ അപ്പുറത്തെ മുറി ചോദിച്ചിരിക്കുകയാണ്. ഇവനെ ഇവിടെ ഇട്ട് പൂട്ടിട്ടായിരുന്നു ഇന്ന് രാവിലെ കക്കൂസിൽ പോയത്. അതാണ് ഈ സ്നേഹം, ആ സ്നേഹം. ഇതുപോലുള്ള നല്ല വീഡിയോകൾക്കായി സാജൻ പൈനാപ്പിൾ ആൻഡ് ട്രാവൽ വീഡിയോസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള രസകരമായ കൊച്ചു കുട്ടികൾക്ക് കാണാനുള്ള വീഡിയോയുമായി നമുക്ക് ഇനിയും വരാം. ഗുഡ് ബൈ. രാത്രിയിൽ ഞങ്ങൾ കിടന്നപ്പോൾ ഞങ്ങളുടെ കൂടെ വാതിൽക്കൽ ഞങ്ങൾക്ക് കാവലായി നിന്ന ഈ രാജസ്ഥാൻ ഗുജറാത്തി കുട്ടിയാണ് ഇന്ന് ഞങ്ങളുടെ ഈ പട്ടിക്കുട്ടി. ബിസ്ക്കറ്റ് കൊടുത്തു. പകലും രാത്രി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ ചപ്പാത്തി കഴിക്കാൻ തയ്യാറാവുകയാണ്. ഞാൻ പറയാതെ എഴുന്നേക്കില്ല. വെച്ചാ കണ്ട വെച്ചാ വേണ്ട, ആകാശത്ത് ക്യാച്ചാണ്. ഇത് നോക്കിക്കോളൂ. കണ്ട വൃത്തിയാണ്. കുളിപ്പിച്ച് വൃത്തിയാക്കി പെറ്റ് ഹോസ്പിറ്റലിൽ എല്ലാ ആഴ്ചയും ട്രീറ്റ് ചെയ്യുന്ന അതിമനോഹരമായ ഒരു സുഹൃത്തിനാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. കണ്ടോ? അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇന്നത്തെ നടപടികൾ പൂർത്തിയായി. ബൈ. രണ്ട് സംസ്ഥാനങ്ങളുടെ ബോർഡറിലുള്ളതുകൊണ്ട് ഇവനെ ഗുജറാത്തി എന്നാണോ രാജസ്ഥാനി എന്നാണോ വിളിക്കേണ്ടതെന്ന് അറിയില്ല. എന്തായാലും അവൻ ഞങ്ങളുടെ പൊന്നോമനയായി മാറി. കഴിഞ്ഞ 24 മണിക്കൂറും ഞങ്ങളുടെ കൂടെയാണ്. അവൻ ഞങ്ങളെ നോക്കി ചിരിക്കുകയാണ്. എന്തായാലും ഇവനെ കിട്ടിയതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്നലെ രാത്രി ഈ ഗ്രൗണ്ടിലൂടെ, ഞാൻ ആ ഗ്രൗണ്ട് കാണിച്ചു തരാം. ഈ ഗ്രൗണ്ടിലൂടെ ഇന്നലെ രാത്രി മുഴുവൻ ഞങ്ങളുടെ കൂടെ ഇവൻ ഓടിക്കളിച്ച് നടന്നു. അവൻ ആ ഗ്രൗണ്ടിലേക്ക് നോക്കാൻ തയ്യാറാവുകയാണ്. അവൻ്റെ പൊക്കം നോക്കിക്കുക. അവനും അത് കാണണമെന്നാണ് പറഞ്ഞത്. എന്തായാലും അവൻ ആ ഗ്രൗണ്ട് കണ്ടു. ഓ, ചേട്ടൻ പറഞ്ഞത് ശരിയാണല്ലോ എന്ന് പുള്ളി പറഞ്ഞത്. ഏതാണ്ട് ഒരു 25 കിലോ തൂക്കമുള്ള ഭയങ്കരനാണവൻ, ഭീകരനാണവൻ, കൊടും ഭീകരനാണവൻ. തീറ്റ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം. തീറ്റ കൊടുത്താൽ അവൻ കൂടെ ഉണ്ട്. തീറ്റ കൊടുത്തില്ലെങ്കിൽ അവൻ മേത്തേക്ക് വന്ന് കുത്തി ഇടിക്കും. കടിക്കുകയൊന്നും ചെയ്യില്ല. നോക്കിക്കോളൂ. അത്രേ ഉള്ളൂ. ആനവായി അമ്പഴങ്ങ, എൻ്റെ വായി കുമ്പളങ്ങ. എടാ, എനിക്ക് ഭക്ഷണം കഴിക്കാൻ പോകണം, നീ ഒന്ന് പോകാവോ? ഇല്ല, അവൻ പോകില്ല. പാവടാ. നീ കിടന്നോ കേട്ടോ.
ഞാൻ കക്കൂസിലേക്ക് ഒന്ന് പോയിട്ട് വരട്ടെ. ഇങ്ങോട്ട് വരരുത് കേട്ടോ. കക്കൂസിൽ കാവൽ നിൽക്കുന്ന ഈ പിഞ്ചു ബാലൻ ഭാവിയുടെ ഒരു വാഗ്ദാനമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വധനടച്ചോ. ഗുജറാത്തിലെ രാജസ്ഥാൻ ബോർഡറിലുള്ള ഒരു ഹോട്ടലിൽ രാവിലെ എൻ്റെ കൂടെ വന്ന അതിഥിയാണ്. കമോ കൈസാർ. ഇന്നത്തെ സാജൻ പൈനാപ്പിളിൻ്റെ അതിഥിയാണ് ഈ കൈസാർ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ.